ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അടുത്തതായിട്ട് എന്താണ് പ്ലാൻ ചെയ്യുന്നത്, കറൻ്റ്ലി നിങ്ങളുടെ ഈ രണ്ടുപേരുടെയും ഒരു എനർജീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഈ റീഡിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, ക്ലൂസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മളിവിടെ നോക്കുന്നത് കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും കറണ്ട് എനർജി എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത്, രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കറണ്ട് എനർജി എന്താണെന്ന്, അതുപോലെ അവരെന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു പ്ലാനിങ് ചെയ്യുന്നതെന്ന് ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എന്ത് പ്ലാനിങ് ആണ് അവരിപ്പോൾ ഇവിടെ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനുള്ള തീരുമാനമുണ്ടോ, അതുപോലെ നിങ്ങളുടെ രണ്ട് പേഴ്സൻ്റെയും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഒരു എനർജി നമ്മളിവിടെ നോക്കുകയാണ്. എന്ത് എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉള്ളത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. മാസ്റ്റർ കാർഡ് 2 ഓഫ് വാൻസും 3 ഓഫ് കപ്സുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. കറൻ്റ്ലി നമുക്കിവിടെ മനസ്സിലാകുന്ന ഈ ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങളുടെ ഒരു എനർജി നോക്കാം. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ചേഞ്ചസ്, മാറ്റങ്ങൾ സംഭവിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇതിനു മുൻപ് എന്തായിരുന്നോ ആ രീതിയിലേ അല്ല. നിങ്ങളിപ്പോൾ നിങ്ങൾക്കൊരു ടോട്ടൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുണ്ട്, കുറച്ചും കൂടി സ്വന്തം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഗ്രൗണ്ട് വേണം, ഒരു സ്റ്റാൻഡ് വേണം എന്ന നിലയുറപ്പിച്ച രീതിയിലാണ് നിങ്ങളുടെ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മുൻപ് നിങ്ങൾ അങ്ങനെയൊന്നും ആയിരിക്കില്ലായിരിക്കും ആ വ്യക്തിയോട് പെരുമാറിയിരുന്നത്. അത്രയധികം ഒരു അൺകണ്ടീഷണൽ ലവ് ഉള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ കാണാനായിട്ട് നമുക്ക് പറ്റുന്നത്. അതായത് നമ്മുടെ പാർട്ട്ണറിനെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെ, അല്ലെങ്കിൽ അവരൊരു തരത്തിലും അവരെ വിഷമിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. അതായത് പാർട്ട്ണറിനെ അത്രത്തോളം കെയർ ചെയ്ത് കരുതലോടുകൂടി കൊണ്ടു നടക്കുന്ന, ഒരുപാട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. ഇപ്പോൾ അവർ നമ്മളോട് ചീറ്റ് ചെയ്തിട്ടുണ്ടാകാം, പല സമയങ്ങളിലും നിങ്ങളോട് ചീറ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. എങ്കിൽ പോലും അതൊക്കെ ക്ഷമിച്ചു കൊടുക്കാനും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കണ്ടില്ല എന്ന് നടിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. അത്രത്തോളം ഒരു പാർട്ട്ണറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു സ്നേഹം മനസ്സിൽ നിന്ന് പോയി എന്നല്ല, സ്നേഹം മനസ്സിൽ തന്നെയുണ്ട് കുറച്ചുകൂടിയൊക്കെ. പക്ഷേ നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലെ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നുപോയി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ലൈഫിൽ പോകേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണോടുള്ള നിങ്ങളുടെ അതിര് കഴിഞ്ഞ സ്നേഹവും വിശ്വാസവും കെയറിങ്ങും എല്ലാം നിങ്ങൾക്ക് ഒരു പണി തന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഓവറായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചു. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മറ്റാരെയും സ്നേഹിക്കാത്തതുപോലെ നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ടാവാം. ആ ഒരു കാര്യം തന്നെ ആയിരിക്കാം നിങ്ങളൊരു വിഷമഘട്ടത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടാവുക എന്നാണ് നമുക്ക്
അനുമാനിച്ച് പറയാനായിട്ട് പറ്റുക. പിന്നെ അമിതമായിട്ടുള്ള സ്നേഹം കൊടുക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു ബൗണ്ടറീസ് ഒക്കെ വെക്കാനായിട്ട് നിങ്ങൾ മറന്നുപോയി, അല്ലെങ്കിൽ സ്വന്തം കാര്യം അത്രത്തോളം നോക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ. ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ മുതലെടുക്കാൻ കൂടുതൽ സാധ്യത അല്ലെങ്കിൽ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയുമാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ആഘാതം അല്ലെങ്കിൽ ഒരു വേദന തന്നുകൊണ്ട് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളവരാണ് ഈ ഒരു അങ്ങനെയുള്ള ഒരു പേഴ്സണാണ് നമുക്കിവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം റെസനേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ റെസനേറ്റ് ചെയ്യുന്നവർ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കാം അത്തരം ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി യാതൊരുവിധ ക്ലാരിറ്റി ഒന്നും തരാതെ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കാം. അത്തരത്തിൽ ഒരു ആഘാതം അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് നിങ്ങളെ തള്ളിയിടുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഈ പേഴ്സൻ്റെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു പതനം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് തകർന്നു പോകുന്ന അവസ്ഥയിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് തകർന്നു പോകുന്ന അവസ്ഥയിലായിരിക്കാം. പക്ഷേ അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു പേഴ്സൺ എങ്ങോട്ടാണ് പോയിട്ടുള്ളതെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് അതിൻ്റേതായ ഒരു റിഗ്രറ്റും ഒന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായി. ചിലർക്ക് നമ്മൾ ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ അയ്യോ എൻ്റെ വ്യക്തി തകർന്നു പോകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ പേഴ്സൺ എന്തുമാത്രം വിഷമം ഉണ്ടാകും, ഞാൻ ഇട്ടിട്ട് പോകുന്നല്ലോ, ഇനി അവരെങ്ങനെ സർവൈവ് ചെയ്യും, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അങ്ങനെ ഒരു ചിന്തയൊന്നും ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അവർ വളരെ സെൽഫിഷായിട്ട് തന്നെ ഇറങ്ങിപ്പോയതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി സ്വന്തം സന്തോഷങ്ങൾ നോക്കി പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെയാണ് സ്നേഹം. അതായത് ആ വ്യക്തിക്ക് അവരോട് തന്നെയായിരിക്കും സ്നേഹം കൂടുതലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ അത്രയ്ക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുള്ളൂ, അത്രയ്ക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുള്ളൂ എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഈ പേഴ്സണും അങ്ങനെ തന്നെയാണ്. അവരങ്ങനെ വളരെ സെൽഫിഷായിട്ട് അവരുടെ ഒരു സന്തോഷം മാത്രം നോക്കി ഇറങ്ങിപ്പോയൊരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്കൊരു റിഗ്രറ്റ് ഒന്നും ആ ഒരു സമയത്ത് അവർക്കൊരു കുറ്റബോധം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇത്രയും തകർന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നത്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ല നടന്നിരിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാലഘട്ടമായിരുന്നു ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഒരു പ്രാധാന്യം നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക്. പക്ഷെ മുൻപ് അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. നിങ്ങൾ അവരില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിൽ നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടാകാം, എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകാം. ഒത്തിരി ഒരു അഡിക്റ്റഡ് ആയിരുന്നു, ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ വളരെ അഡിക്റ്റഡ് ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ നിന്ന് ഒരു മാറ്റം വന്നു, ആരില്ലെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ പ്രസൻ്റ്ലി ഇവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ അവരെ ഓർത്ത് വിഷമിക്കാനൊന്നും നിങ്ങൾ നിൽക്കുന്നുണ്ടാവില്ല, അവരുടെ പ്രവർത്തികൾ ഓർത്ത് വിഷമിക്കാനൊന്നും നിങ്ങൾ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പേസ് അന്വേഷിക്കുന്ന ഒരു സമയമായിരിക്കാം നിങ്ങളിത്. പല ഓഫറുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം, ഫൈനാൻഷ്യലി ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സാമ്പത്തികപരമായിട്ടൊന്ന് ഉയരണമെന്നൊക്കെ വിചാരിക്കുന്നു, സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ ജോബ് ഒക്കെ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് ചിലർക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നു. ഒരു നല്ല കരിയറൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതായത് ഒരു പുത്തൻ ഉണർവ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്ന ഒരു വാശി പോലെയുള്ള ആ ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ഒക്കെ ഒന്ന് സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പേഴ്സൻ്റെ ആബ്സെൻസ്, അല്ലെങ്കിൽ അവർ മെസ്സേജ് അയക്കാത്തതോ വിളിക്കാത്തതോ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വിളിക്കുന്നതോ ഇതൊന്നും, അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെടുന്നതോ അടിയുണ്ടാക്കി പോകുന്നതോ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു അവഗണനകളോ ഇതൊന്നും നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നമല്ലാതായിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ദുഃഖങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ അപ്പോൾ ഒരു റോൾ മോഡലാണെന്ന് പറയാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ട് വിഷമിക്കുന്നവർക്ക് ഇത്തരം ആളുകളെ റോൾ മോഡലാക്കാവുന്നതാണ്. കാരണം അത്രയും ഒരു ഡിപ്രഷനിൽ നിന്നാണ് ഈ ഒരു വ്യക്തി കരകയറി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്കിവിടെ എടുത്തു പറയാനായിട്ട് പറ്റുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പേരുടെയെങ്കിലും ഒരു വ്യക്തികൾ നിങ്ങളിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടാകാം. ഈ ഒരു സമയത്തിനുള്ളിൽ അവർ മടങ്ങി വന്നിട്ടുണ്ടാകാം. റീസെൻ്റ്ലി ചിലപ്പോൾ കുറച്ച് പേർക്ക് മടങ്ങി വന്നിട്ടുണ്ടാകാം. അപ്പോൾ ഒരു
ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം, പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു അപ്പോളജി ക്ഷമയൊക്കെ ചോദിച്ച് അവർ തിരികെ വന്നിട്ടുണ്ടാകാം. അങ്ങനെയുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി കമ്മ്യൂണിക്കേഷൻ കിട്ടാത്ത വ്യക്തികൾ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മടങ്ങി വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്യുന്നത് നിർത്തി. അതുകൊണ്ട് അവർക്കൊരു പേടിയാണ്, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ നന്നായിട്ടൊരു ഹീലായതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ ഈ ഒരു മാറ്റം, ഈ ഒരു പേഴ്സൺ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ലൈഫിൽ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് ഇവർക്ക് സ്വപ്നത്തിൽ പോലും ഇവർ കണ്ടിരുന്ന ഒരു കാര്യമല്ല. കാരണം അവരുടെ ഒരു കാൽച്ചുവട്ടിൽ കിടന്നിരുന്ന ഒരു വ്യക്തി ഒരുപാട് മാറിപ്പോയിരിക്കുന്നു എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ പോയിരിക്കുന്നു എന്നത് അവരെ തകർത്ത് കളയുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്കൊരു വിലയും ഇല്ലാതാകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. സോ ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണമെന്ന് അവർ ഒത്തിരി ആഗ്രഹിക്കുകയാണ് ഈ വ്യക്തി. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊരു പച്ചപ്പ് കണ്ട് എങ്ങോട്ടാണോ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് അവിടെ അവർക്ക് ഒന്നും അവർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതെന്ന് ഒരു മെസ്സേജ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ജഡ്ജ്മെൻറ്റ് പീരീഡാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ജഡ്ജ്മെൻറ്റ് പീരീഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലൈഫിൽ, അതായത് അവർ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഫലം കിട്ടും. അല്ലെങ്കിൽ ഒരു നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിന് പെട്ടെന്ന് തന്നെ ഒരു ഫലം കിട്ടും. ചിലർക്ക് കുറച്ച് കാലതാമസം വന്നതിന് ശേഷം കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കർമ്മഫലമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് സ്വയം തിരിച്ചറിയാനുള്ള ഒരു അവസരം അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടായി എന്ന് സാരം. അപ്പോൾ ആര് ചത്താലും ജീവിച്ചാലും എനിക്ക് എൻ്റെ കാര്യം മാത്രം മതി എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വ്യക്തിക്ക് പെട്ടെന്നൊരു അടി കിട്ടിയിട്ടുണ്ട്. അവർക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങും. അത്തരം ഒരു മാറ്റം നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുണ്ട് എന്ന് കാണുന്നു. അതിൽ നിന്ന് അവർ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തി അടുത്ത് വേണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചപ്പോഴൊന്നും നിങ്ങൾക്ക് ആ വ്യക്തി കിട്ടിയിട്ടില്ല. ഇന്ന് ആ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അടുത്തുണ്ടാവണം എന്നെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ ആരെയും അവർക്ക് അവരുടെ ലൈഫിൽ കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ പേഴ്സൺ തിരിച്ചു വന്ന് നിങ്ങളോട് ക്ഷമയൊക്കെ പറയും. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു വേണമെന്ന് ഈ വ്യക്തിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. നിങ്ങളിൽ നിന്നുള്ള ഒരു സ്നേഹം അനുഭവിക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഭാവിയിലേക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രയും വേഗം ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ചിലർക്ക് ഇതിനോടകം തന്നെ ഒരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ കോൺടാക്റ്റ് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ അത് കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി ഉണ്ട്. ഓഫ് കോഴ്സ് തേർഡ് പാർട്ടി ഉള്ളതായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ഒരു സിറ്റുവേഷനായാലും വ്യക്തികളായാലും അവരോട് ഒരു ആർഗ്യുമെൻറ്റ്സും ഒരു കോൺഫ്ലിക്ട്സും ഒക്കെ ഉണ്ടാക്കിയിട്ടായാലും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുകയാണ്. ഞാൻ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു എന്ന ചിന്തയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവരെ ഒരു അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അവർക്കൊരു ട്രീറ്റ് കൊടുത്തിട്ടുണ്ടാകാം. ഞാൻ ഓൾറെഡി മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളിപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അത് ഏറ്റിട്ടുണ്ട്. അവർക്കതൊരു വളരെ അസ്വസ്ഥതയാക്കിയിട്ടുണ്ട് അവരെ. ഈ ഒരു റിലേഷനിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളെ അന്വേഷിച്ച് വരുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു റീഡിങ്ങിൽ മുഴുവൻ നിങ്ങളുടെ ഒരു എനർജി തന്നെയാണ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു റീകൺസിലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക, അത് നടക്കും എന്നാണ് നമുക്ക് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള എല്ലാ കാർഡുകളും വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.